നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. സത്യം മാത്രമേ പറയുള്ളല്ലേ? അമ്മനെ പിടിച്ച് സത്യം ഇടുവാ. ഇവരൊക്കെ വലിയ സെലിബ്രിറ്റി ആൾക്കാരാണല്ലേ ഇരിക്കണത് കംപ്ലീറ്റ് ജഡ്ജസ്. അപ്പോൾ അവർ ഈ അവിടെ ഈ പാട്ട് പാടുന്ന സമയത്ത് മാത്രമേ സൗമ്യതയുള്ള എല്ലാ ടൈമിനും അവർ ആ രീതിയിലുള്ള ഇടപെടലാണോ ഉള്ളത്? അല്ല, അവര് ഭയങ്കര കൂളാണ്. ആണല്ലേ? പാട്ട് പാടുമ്പോ നമ്മ എന്താ പാടുന്നത് അതിനെ ജഡ്ജ് ചെയ്യും. അതല്ലാതെ ഇപ്പൊ ഗ്യാപ്പുകൾ വരില്ല ഷൂട്ടില്ലാത്ത അപ്പൊ നമുക്ക് കപ്പലണ്ടി കൊണ്ടുവന്ന് ചെയ്യും. അങ്ങനത്തെ ഭയങ്കര കൂളാണ്. നമ്മളെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓ ശരി. നമ്മൾ നല്ല കംഫർട്ടബിൾ ആക്കിയിട്ട് പഠിക്കുള്ളൂ. ആണല്ലേ? നമ്മളായിട്ട് നല്ല ഇന്ററാക്ഷൻ ഒക്കെയാണ്. അല്ലാതെ അങ്ങനെ ഇരുന്ന് നമുക്ക് ടെൻഷൻ കൂടില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുക. ശരത് സാർ ആണെങ്കിലും MG സാർ ആണെങ്കിലും ഭയങ്കര കൂളാണ്. മഞ്ജരി ചേച്ചി, ഷാനിക്കൊക്കെ ഭയങ്കര, ഷാനിക്കൊക്കെ നമ്മളതേ വൈബാ, ഒരേ വേവുള്ള. ഇപ്പൊ പണ്ടാണെങ്കിലും ശരത് സാറിനെ കുറിച്ച് നമുക്കൊരു ഇമേജ് പറഞ്ഞ ഒരു ഭീകരതയായിരുന്നു. പേടി, എന്ത് പറഞ്ഞ സംഗതി പോരാ അത് പോരാന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ആ സാറിനോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് അത്രയും സ്വീറ്റ് ആണ്. ആളെ എപ്പോഴും ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും, ഭക്ഷണം വാങ്ങിത്തരും. രാവിലെ വന്ന് ഞങ്ങളുടെ അടുത്ത് കാണും, നന്നായിട്ട് പെർഫോം ചെയ്യും. എത്ര നമ്മളെ കംഫർട്ട് ആക്കാൻ പറ്റുമോ അത്രയും നമ്മളെ സ്വന്തം മക്കളെ പോലെ ആക്കായിരുന്നു. അവിടെ എല്ലാ ജഡ്ജസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ MG സാറും കൂടി വന്നപ്പം ഒരുപാട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നമ്മളടുത്ത് ഷെയർ ചെയ്യും. അപ്പം നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ കാര്യങ്ങൾ അറിയുമ്പോഴും ഒക്കെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഒരു ഫാമിലി പോലെ തന്നെയാണ്.